ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജോലിയെ കുറിച്ചിട്ടാണ്. വൈ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്ത് വരുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെയും അന്നം കൊടുക്കേണ്ട സാധനം എന്ന് പറയുന്നത്, അന്നത്തിനുള്ള വകുപ്പ് ഉണ്ടാക്കേണ്ട സാധനം എന്ന് പറയുന്നത് പാർട്ട് ടൈം ജോലിയാണ്. എൻ്റെ കേസിലും ഡിഫറെൻ്റ് ഒന്നുമല്ല, അത് തന്നെയാണ്. ഞാൻ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ഐ ഡോണ്ട് ഹാവ് എനി സിംഗിൾ ജോബ്. ഞാൻ തെക്കൂടൊക്കെ നടക്കുകയായിരുന്നു. ഒക്ടോബർ ഫുള്ള് പല ജോലികൾ പല സ്ഥലങ്ങളിൽ നോക്കി. പലയിടത്തും ശരിയാവും എന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ ശരിയായില്ല. പലയിടത്തും ശരിയാവില്ല എന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ ശരിയായി. പക്ഷെ ഞാൻ ഏതെങ്കിലും പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡിഡ്ന്റ് ഗോ എനിവെയർ ഫോർ വർക്കിംഗ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂട്ടിമുട്ടി ആകെ തവിടുകൂടി. അവസാനം ഒരു ജോലിക്കും പോകാതെ ഞാൻ ഒക്ടോബർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. നവംബറിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോ ജോലി പിന്നെയും പുനർജീവിച്ചു. അതിൻ്റെ പിച്ച വെച്ച് ഇങ്ങനെ തുടങ്ങി. പക്ഷേ ഒരു 2 മാസം നല്ല രീതിയിൽ നല്ല പരിതാപകരമായ അവസ്ഥയിലായതുകൊണ്ട് തന്നെ ഞാൻ പല ജോലികൾ അപ്ലൈ ചെയ്യൽ പരിപാടിയൊക്കെ ആയിരുന്നു. അതിൽ നിന്നും പല ഇൻഫർമേഷൻസ് എനിക്ക് ഗെയിൻ ചെയ്യാൻ പറ്റി. ഞാൻ മുന്നും ചിലതൊക്കെ മൈൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇംപ്രൂവ്ഡ് വെർഷനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ നല്ലതാണല്ലോ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടി സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇവിടെ ഇപ്പോൾ കുറേ സ്റ്റുഡൻറ്റ് ഏജൻസീസ് ഉണ്ട്, സ്റ്റുഡൻസിന് വർക്ക് എടുത്ത് കൊടുക്കുന്ന ഏജൻസീസ് ഉണ്ട്. അവർക്ക് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഒന്നും കൊടുക്കണ്ട. ഇപ്പം നിങ്ങളുള്ള സിറ്റീസിൽ ഇതേപോലത്തെ ഏജൻസീസ് ഉണ്ടോ എന്ന് തപ്പിക്കണ്ടുപിടിക്കുക. അത് എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ തന്നെ തപ്പിക്കണ്ടുപിടിക്കണം. ഇപ്പം ഞാനിവിടെ ഒരു 2-3 ഏജൻസീസ് അങ്ങനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം സപ്പോസ് സ്റ്റുഡിയോ ജോലി ഗോവി ആവുകയാണെങ്കിൽ കയറാനായിട്ട്. പക്ഷെ പണി എടുക്കേണ്ടി വരും, പണി എടുക്കേണ്ടി വരും. ഒന്ന് ബാറ്ററി കമ്പനിയിലാണ് ചോക്കേണ്ടി വരും. ഒരു ദിവസം 900 ബാറ്ററി ചോക്കേണ്ടി വരും. ഒരു ബാറ്ററിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് മിനിമം 15 കിലോ വരും. മാക്സിമം എനിക്കറിയാൻ പാടില്ല, 100 കിലോ ഒന്നും ഞാൻ ചോദിക്കില്ല, ഒരു 25 വരെയൊക്കെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ബാറ്ററി അല്ലേ. അപ്പോൾ അങ്ങനെ ഏജൻസീസ് ഉണ്ട്, അത് കണ്ടുപിടിക്കാൻ നോക്കാം നിങ്ങളുള്ള സിറ്റിയിൽ. അതാണ് ഏറ്റവും ഫസ്റ്റത്തെ ഓപ്ഷനിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ സി വി ഉണ്ടാക്കൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്യാൻവയിൽ ഉണ്ടാക്കാം. ഇപ്പം നിങ്ങൾക്ക് ഫോണിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഫോണിൽ ഇപ്പോൾ വെറുതെ സി വി മേക്കർ അങ്ങനെ എന്തെങ്കിലും വെറുതെ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സാധനം കിട്ടും. ഏതെങ്കിലുമൊക്കെ ആപ്പുകൾ കിട്ടും. എന്നിട്ട് കുറച്ച് തള്ളലുകൾ അങ്ങോട്ട് തള്ളാം, സി വി അങ്ങോട്ട് പ്രിൻ്റ് എടുക്കുക, എന്നിട്ട് കൊണ്ട് നടക്കുക. അതിപ്പോൾ ഏജൻസിക്ക് കൊടുക്കാനായാലും ശരി, ജോലികൾ കടകളിൽ കയറി കൊടുക്കാനായാലും ശരി, ഓൺലൈനുകൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കാനായാലും ശരി കൊടുക്കുക. പിന്നെ ഒരു കാര്യം, ഇപ്പം നിങ്ങൾ ഡിഷ് വാഷർ ആവാനാണ്, ഒരു ജോലിയും കിട്ടാനില്ല നിങ്ങളുടെ സിറ്റിയിൽ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആകെപ്പാടെ കിട്ടാൻ സാധ്യതയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിഷ് വാഷർ ആയിട്ടാണ്. അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഇന്ന ലോകത്തുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾ ഓവർ ക്വാളിഫൈഡ് ആണെന്ന് വെച്ചിട്ട് ആ ജോലി പോലും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഏത് ജോലിക്കാണ് അപ്ലൈ ചെയ്യണേ ആ ജോലിക്ക് വേണ്ട രീതിയിലുള്ള സി വി കൊടുക്കാൻ നോക്കാം. എല്ലായിടത്തും പോയിട്ട് ഒരു സി വി തന്നെ കൊണ്ട് കൊടുക്കരുത്, കിട്ടില്ല. ഇപ്പോൾ നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ വെയിറ്റർ ജോലിക്കാൻ പോകുന്നതുകൊണ്ട് നിങ്ങൾ 3-4 റെസ്റ്റോറൻറ്റിൻ്റെ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിലും അവർ ക്രോസ് ചെക്ക് ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു 3-4 റെസ്റ്റോറൻറ്റിൻ്റെ പേരും കാര്യങ്ങളും കൊടുത്ത് അവിടെ ഇത്ര മാസത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കൂടെ എഴുതി കൊടുക്കുക കേട്ടോ. അതാണ് വേണ്ടത്. അതല്ലാതെ ഈ പറയുന്ന വെയിറ്റർ ജോലിക്ക് നിങ്ങൾക്ക് ആ ഷെഫിൻ്റെ എക്സ്പീരിയൻസും അതേപോലെ നിങ്ങൾക്ക് വേറെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് ജോലിക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആ ജോലിക്ക് വേണ്ടത് കൊടുക്കുക. ഇപ്പോൾ വെയർ ഹൗസിലേക്കാണെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ്, ഒന്നല്ലെങ്കിൽ പുതിയതാണെന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ മുന്നേ ഏതെങ്കിലും വെയർ ഹൗസിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാം, മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാം, എന്തെങ്കിലും പറയാം. അതല്ലാതെ എല്ലായിടത്തേക്കും കൂടി ഒറ്റ ഒരു സി വി ആയിട്ട് പോകരുത്. പിന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ഈ സ്റ്റുഡിയോ ജോലി എന്ന് പറയുന്ന സംഭവം ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ രീതിയിൽ ജോലി തപ്പേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ആദ്യത്തെ 1 വർഷം എൻ്റെ അവസ്ഥ പരിതാപകരമായിരുന്നു. ഐ വർക്ക്ഡ് ഇൻ മെക്ഡി, then Max Premium Burger, then restaurants. It was a nightmare, but still I had to work there. And then I went to studio, and 1 വർഷത്തെ സ്റ്റുഡിയോ ജോലി was really wonderful. And now I again started working in studio. Things are going okay. കഴിഞ്ഞ 2 മാസം അല്ലായിരുന്നു, അതാണ് ഞാൻ തൊട്ട് മുന്നേ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ പറയുന്ന സീനും കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് എൻ്റെ കാര്യം പറഞ്ഞാൽ. ആൻഡ് സ്റ്റുഡിയോ ജോലി എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് 1000 പേരോട് ചോദിച്ചതാണ്. ഇറ്റ്സ് ബേസിക്കലി ലക്ക്, പ്യുവർലി ലക്ക്. ഞാൻ അവർക്ക് അപ്ലൈ ചെയ്തിട്ടില്ല, അവർ എൻ്റെ അടുത്ത് വന്നിട്ട് അവരുടെ വിസിറ്റിംഗ് കാർഡ് എനിക്ക് തന്ന ജോലിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു സ്റ്റുഡിയോയിൽ പോയി ജോലി ചെയ്യണത്. അതല്ലാതെ എന്നെ പിടിച്ചിട്ട് ഈ പറയുന്ന വെള്ള ടീമുകളുടെ ഇടയിൽ കൊണ്ടിട്ട് പിടിച്ച് ജോലി ചെയ്യിക്കേണ്ട ഒരു ആവശ്യം അവർക്കില്ല. ഇതെന്തും എനിക്ക് എഴുതി വെച്ചിരുന്നതായിരുന്നു, അതുകൊണ്ട് എനിക്ക് കിട്ടി. ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ ഞാൻ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തു. ഒരു ദിവസം ഈ പറയുന്ന സ്റ്റുഡിയോൻ്റെ മൈലോളിമാർ അവിടെ ഫുഡ് അടിക്കാൻ വന്നു. ഞാനിപ്പോൾ അവിടെ പട്ടിനെ പോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആ റെസ്റ്റോറൻറ്റുകാരെ എൻ്റെ തൂത്തുവാരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഈ സ്റ്റുഡിയോക്കാർക്ക് എന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ബോധിച്ചു, ഭയങ്കരമായിട്ട്. സോ വെൻ ദേ വർ ഗോയിങ് ദേ ജസ്റ്റ് ഗിവ് മീ ദെയർ വിസിറ്റിംഗ് കാർഡ്. അത് കഴിഞ്ഞ് അവരെന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. ജാടയിട്ടതാ, എന്നെ ഊക്കുന്നതാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ലല്ലോ. ബട്ട് സ്റ്റിൽ ദേ കോൾഡ് മീ അഗെയിൻ എന്ന് പറഞ്ഞാൽ എന്നാൽ ശരി ഞാൻ നോക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്റ്റുഡിയോയിൽ പോയി. ഒന്നും തുറന്നിട്ടില്ല കേട്ടോ. ആദ്യമായിട്ട് ഞാൻ പോയ ദിവസം ഫസ്റ്റ് ഡേ, ലൈക്ക് ആ സ്റ്റുഡിയോയിലെ ആദ്യത്തെ എംപ്ലോയിയാണ് ഞാൻ. പോയി ആ ചെന്ന ദിവസം എനിക്കൊരു 16 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വന്നായിരുന്നു.
അതിനുശേഷം പിന്നെ ഐ എം ദയർ, ഐ ക്യാൻ വർക്ക് വെനെവർ ഐ വാണ്ട്, ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ വാണ്ട്, നോ വൺ ക്വസ്റ്റ്യൻസ് മീ. ഞാൻ എല്ലാവരുടെയും നെഞ്ചത്ത് കയറും. കാരണം ഇറ്റ്സ് മോർ ഓഫ് ലൈക്ക് അങ്ങനെയാണ് എൻ്റെ അവിടുത്തെ ഒരു ഇത്. കാരണം ഞാനാണ് അവിടെ എല്ലാവരും പഠിപ്പിച്ചത്. ഞാനവിടെ വലിയ തേങ്ങ മങ്ങയെന്നൊന്നും പറയണില്ല, ബട്ട് ഇറ്റ്സ് പ്യൂർലി ലക്ക്. അങ്ങനെയാണെങ്കിൽ ആ ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയേ. അതിനിപ്പം ഞാൻ കുഴച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വേറെ കാര്യങ്ങളാണ്. സോ അഗൈൻ വി ഗോയിങ് ബാക്ക് ടു ദി തിങ്. ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജോലിക്ക് വേണ്ട CV ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കാൻ നോക്കാം. പിന്നെ വെയർ ഹൗസ് ജോലി ആണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, പണി എടുക്കേണ്ടി വരും. അത് എവിടെ ആയാലും, എത്ര മണിക്കൂർ ഷിഫ്റ്റ് ആയാലും, എത്രയാണോ മണിക്കൂർ പറയുന്നത് അത്ര മണിക്കൂർ നിങ്ങൾ പണിയെടുക്കേണ്ടി വരും. സോ ഗെറ്റ് പ്രിപ്പയർഡ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വരാനുള്ള സാധ്യത എന്ന് പറയുന്ന സംഭവമാണ് പേയ്മെൻറ്റിൻ്റെ കേസ്. ഞാനിപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെഗ്ഡിയിൽ 20 സ്ലോട്ടാണ് ഇപ്പോൾ കറണ്ടിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ 22 23 കിട്ടും. പിന്നെ മെഗ്ഡിയിലൊക്കെ കഴിഞ്ഞാൽ നല്ല രീതിയിൽ റേസസും കാര്യങ്ങളും ഉണ്ടാവും. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം വെച്ച് ഞാൻ പറയുന്നതാണ്, നല്ല റേസസ് ആയിരിക്കും. അത് ഇന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എക്സെപ്ഷൻസ് ഫോർ ഷുവർ ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ജോലി ചെയ്ത സ്ഥലത്തായിരുന്നു, എന്നെ അങ്ങോട്ട് ലിറ്ററലി അങ്ങോട്ട് അത്ര ഇത് ചെയ്തിട്ടുണ്ട് മെഗ്ഡിയിൽ. പിന്നെ ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഒരു 20, ഇപ്പം നൈറ്റ് ആണെങ്കിൽ 23 അത്രയൊക്കെയാണ് കിട്ടുക. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാറ്റഗറി ആയിരുന്നു ഞാൻ പോയത് ഈ പറയുന്ന റെസ്റ്റോറൻറ്റ്സ്. അവിടെ എനിക്ക് എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് എനിക്ക് 16 സ്ലോട്ട് വെച്ച് മണിക്കൂർ കിട്ടി. ഒരു സ്ഥലത്താണെങ്കിൽ അതെന്നെ പറ്റിച്ചതാണ്, നല്ല രീതിയിൽ പറ്റിച്ചതാണ്. 12.5 സ്ലോട്ട് ആയിരുന്നു മണിക്കൂറിന്. ഒരു മാസം അവിടെ പട്ടിപ്പണിയെടുത്തു, എന്നെ ശരിക്കും പറ്റിച്ചാണ്. 12.5 സ്ലോട്ടി. അപ്പോൾ നിങ്ങൾ കോൺട്രാക്ട് എഴുതുമ്പോൾ ആയാലും എന്ത് എഴുതുമ്പോൾ ആയാലും ഒക്കെ നോക്കുക, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ഉറപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റുഡിയോയിൽ എനിക്ക് ഇവിടുത്തെ കിട്ടുന്ന സാലറി കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ഇതൊക്കെയാണ് എനിക്ക് ഇവിടുത്തെ ജോലിയെ കുറിച്ച് പറയാനുള്ള. കഴിഞ്ഞ 2 മാസം എനിക്കൊരു ജോലി ഇല്ലായിരുന്നു, വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ആയോന്ന് ചോദിച്ചാൽ ആയിട്ടില്ല, ബട്ട് ബെറ്ററായി. കഴിഞ്ഞ വർഷത്തെ അത്ര സിറ്റ് ഓക്കെ ആയിട്ടില്ല, ബട്ട് എന്താ ചെയ്യുക, ഒന്നും ചെയ്യാനില്ല. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവിടെ എത്തിക്കഴിയുന്ന ജോലി കിട്ടാം എളുപ്പത്തിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ കാലതാമസം എടുക്കാം. ഡോണ്ട് ഗിവ് അപ്പ്, കീപ്പ് ഓൺ ട്രൈ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ വിൻ്ററിൽ പൊതുവെ ഇവിടെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമായ സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. കിട്ടാണ്ടിരിക്കുന്നില്ല, തീവ്രമായി ശ്രമിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്തരം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ആസ് കമൻറ്റ്. ഇപ്പം നിങ്ങൾ ഉള്ള സ്ഥലത്ത് വാക്കൻസി കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കാം. 10 ആൾക്ക് ഉപകാരം ചെയ്യുന്ന നല്ലതാണല്ലോ. ഞാനത് സ്റ്റോറി ആയിട്ടിടാം. നിങ്ങളുടെ സിറ്റിയിലുള്ള എല്ലാവരും എൻ്റെ ആ സ്റ്റോറി കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കണക്ട് ചെയ്ത് തരാം. എനിക്ക് കമ്മീഷൻ ഒന്നും തരേണ്ട, അപ്പുറത്തുള്ളവരൊരു ഉപകാരം ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് തിങ്. പിന്നെ എന്തെങ്കിലും എനിക്ക് ഈ വീഡിയോയിൽ പറയാൻ പറ്റുമോ? പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാം. അതേപോലെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അല്ലാതെ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് സബ്സ്ക്രൈബും ചെയ്യാം. അതല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് ഒന്നും പറയുവാൻ ഇല്ല. കൊച്ചിനിഹി ഈ വർഷം പലർക്കും വിസ കിട്ടാത്ത ഇഷ്യൂസ് കാര്യങ്ങളുണ്ടായിരുന്നു. ആ നോസ്ട്രിഫിക്കേഷൻ വന്നതുകൊണ്ടാണ്. ഐ ആം വെരി സോറി. പല ഏജൻസിക്കാർക്ക് തള്ളിക്കൊടുത്ത പലർക്കും നല്ല സീൻ പണികൾ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഞാനതൊന്നും ചെയ്യാത്തതുകൊണ്ട് ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഗുഡ് ബൈ.